നമുക്കിതിന്റെ ഒരു വിലയിരുത്തലിലേക്ക് പോകാം. കുറ്റ്യാടിയിൽ UDF നവയുഗ യാത്രയിൽ ഷാഫി പറമ്പിൽ അധ്യക്ഷനോട് രൂക്ഷമായി പ്രതികരിച്ചത് അപക്വമെന്ന് വിമർശനം. പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതികരണം ഉണ്ടായതെന്നും മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. ഷാഫി പറമ്പിൽ എതിരാളികൾക്ക് ആയുധം നൽകിയതായാണ് പൊതുവിലയിരുത്തൽ. അതേസമയം സ്ഥലം MP എന്ന നിലയിൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കാൻ ആദ്യം അവസരം നൽകാമായിരുന്നു എന്ന അഭിപ്രായവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. റോഷിബാൽ ചേരുന്നു. റോഷിബാൽ, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അതിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങളൊക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയമാണ് മുന്നിൽ നിൽക്കുന്നത്. അത്തരം ഒരു ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു യാത്രയാണ്. അതിന്റെ ഒരു സ്വീകരണത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അതിൽ MP പ്രസംഗിക്കാൻ വിളിക്കാമായിരുന്നു എന്നുള്ളത്. എന്താണ് ഇപ്പോൾ ഇതിൽ മുതിർന്ന നേതാക്കൾക്കൊക്കെയുള്ള ഒരു അഭിപ്രായം? കോൺഗ്രസിനകത്ത് ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? റോഷിനി പറഞ്ഞതുപോലെ കോൺഗ്രസിൽ ഇത് പുതുമയുള്ള കാര്യമല്ല. നേരത്തെയൊക്കെ കോൺഗ്രസിൽ ഗ്രൂപ്പ് തിരിഞ്ഞ തെരുവിൽ തല്ലിയ ചരിത്രമുണ്ട്. അത് അവർ വിദ്യാർത്ഥി സംഘടനയിലും യുവജന സംഘടനയിലും പാർട്ടിയിലും അങ്ങനെ ഉണ്ടായിരുന്നു. KPCC ആസ്ഥാനത്ത് വരെ തല്ല് നടന്ന ചരിത്രം, പാർട്ടി ജില്ലാ ഓഫീസുകളിൽ തല്ല് നടക്കുന്നു. മുണ്ടുരിഞ്ഞ സംഭവം അടക്കമുണ്ടായിരുന്നു ഈ കോൺഗ്രസിലെ ഭിന്നതയുടെ ഘട്ടത്തിൽ. I ഗ്രൂപ്പ് K കരുണാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് വിടാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അന്ന് രാജ്മോഹൻ ഉണ്ണിത്താന്റെ മുണ്ടു പറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോയ ചരിത്രമടക്കം കോൺഗ്രസിനകത്തുണ്ട്. അതുകൊണ്ട് പൊതുവേദിയൊന്നും നോക്കാതെ തന്നെ ഭിന്നതകൾ പരസ്യമാക്കുന്ന സ്വഭാവമാണ്. ഇന്നലെ കുറ്റ്യാടിയിലെ വേദിയിൽ സ്ഥലം MP കൂടിയായ ഷാഫി പറമ്പിൽ ആദ്യം ആ വേദിയിൽ പ്രസംഗിക്കാൻ വിളിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം നേതാക്കളിൽ പലർക്കുമുണ്ട്. അതേസമയം തന്നെ ഷാഫി പറമ്പിലിനെ ആ വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ആദ്യം നൽകാത്തുള്ള ആ വിമ്മിഷ്ടം അത് പരസ്യമായി പ്രകടിപ്പിച്ചത് അത് പാർട്ടിക്കത്ര ഗുണകരമല്ല. പ്രത്യേകിച്ച് വലിയൊരു പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥയാണ്. വലിയ ലക്ഷ്യമാണ് അതിന്. കാരണം സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് കോൺഗ്രസിന് നിർണായകമാണ്, UDFന് അതിപ്രധാനവുമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് സർക്കാരിനെതിരെയുള്ള സർക്കാരിന്റെ വീഴ്ചകളടക്കം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം മറ്റ് കക്ഷി നേതാക്കളും ചേർന്ന് ഈ ജാഥ നയിക്കുന്നത്. ആ ജാഥ ഏതാണ്ട് കോഴിക്കോട് ജില്ലയിലെ ആദ്യ പരിപാടിയാണ് അവിടെ. അത് വലിയ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടം ആകെ ശ്രദ്ധിക്കുന്ന വേദിയിൽ വെച്ചാണ് ഈ അനിഷ്ട സംഭവം നടക്കുന്നത്. ആ യോഗത്തിന്റെ അധ്യക്ഷനായ കോൺഗ്രസിന്റെ ആ മേഖലയിലെ ഏറ്റവും പ്രധാന നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് പ്രമോദ് കക്കട്ടിൽ. നേരത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ദീർഘകാലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. അങ്ങനെ കുറ്റ്യാടി, നാദാപുരം, വടകര മേഖലയിൽ പാർട്ടിയുടെ ഒരു നട്ടലായി പ്രവർത്തിക്കുന്ന പ്രമോദ് കക്കട്ടിലിന് നേരെയാണ് ഷാഫിയുടെ ആ ഒരു നീക്കമുണ്ടായത്. അതിൽ ആ വേദിയിലുണ്ടായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാകട്ടെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും വലിയ മാനസിക പ്രയാസമുണ്ടാക്കിയെന്നാണ് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഷാഫിയെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്താൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതേസമയം തന്നെ ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ പരസ്യമായ ആ പ്രകടനം അത് പാർട്ടിക്ക് ഗുണകരമാകില്ല. അത് കളങ്കപ്പെടുത്തുന്നു ആ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഒരു പൊതുവേദിയിൽ ഒരു യുവ നേതാവ് പ്രകടിപ്പിക്കേണ്ട ഒരു പ്രവർത്തനമായിരുന്നില്ല, ആ ഒരു റിയാക്ഷൻ ആയിരുന്നില്ല ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് യുവ നേതാക്കൾ ഈ തരത്തിൽ വൈകാരികമായി പൊതുവേദികൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് മുതിർന്ന നേതാക്കൾക്ക്, ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കൾക്ക് നൽകാനുള്ളത്. കാരണം അവർക്ക് വലിയ ജനസ്വാധീനമുണ്ട്. അങ്ങനെ ജനസ്വാധീനം ഉണ്ടെങ്കിൽ പോലും പൊതുവേദികളിൽ പെരുമാറുന്നത് കുറച്ചുകൂടി മാന്യമായ രീതിയിൽ വേണമെന്നാണ്. കാരണം അത് LDF സൈബർ ഹാൻഡിലുകൾ ആയുധമാക്കി കഴിഞ്ഞു. നാടാകെ അത് പ്രചരിപ്പിക്കുകയാണ് CPM പ്രവർത്തകർ. അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ കൃത്യമാണ്. അതിൽ തന്നെ ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്, അത് തന്നെ ഇപ്പോഴാണോ വിളിക്കേണ്ടത് എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. അതൊക്കെ ആ ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചു എന്നതിന്റെ ഒരു സൂചനയായി തന്നെയാണ് LDF പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നതും. അത് സ്വാഭാവികമായും അത് പൊതുവിടത്തിൽ UDFന്റെ ഈ ജാഥയെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പൊതുരീതിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ LDF പ്രവർത്തകർ കഴിഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. റോഷിബാൽ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്ന് ഷാഫി ചോദിക്കുന്നത് വ്യക്തമായി തന്നെ കാണാം. അതായത് VD സതീശൻ പ്രസംഗിച്ചു കഴിഞ്ഞതിന് ശേഷമാണോ തന്നെ വിളിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു മൈക്കിന് ഇങ്ങനെ സൈഡ് തിരിഞ്ഞു നിന്നാണ് ഷാഫി അത് പറയുന്നത്. അതൊക്കെ നമ്മൾ കണ്ടു.